അതാ ഞാൻ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ, പെട്ട സ്കൂൾ മേധാവിയുടെ സുഹൃത്തുക്കൾ, ഏവരും അഭിമുഖീകരിക്കാൻ ലഹരിയുമായി ബന്ധപ്പെട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ വരുന്ന നവംബർ 1-ാം തീയതി നമ്മുടെ ഇന്നത്തെ ഈ സംഘാടക സമിതി യോഗത്തിൻ്റെ സംസ്ഥാന സർക്കാർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വളരെ വിപുലമായി സംസ്ഥാനത്തൊട്ടാകെ നടത്തി വരികയാണ്. അതിൻ്റെ മറ്റ് പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്ത് ലഹരി മാഫിയ സംഘങ്ങൾ വല്ലാതെ പിടിമുറുക്കിയ ഒരു കാലഘട്ടമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ദൈനംദിനം വരുന്ന വാർത്താമാധ്യമങ്ങളിലെ വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പല സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ തലമുറയെ, വിശേഷിച്ചും പിഞ്ച് കുഞ്ഞുങ്ങളെ അടക്കം പല രൂപത്തിൽ ആകർഷിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും, വിശേഷിച്ചും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അടക്കം കാണാനിടയാകുന്നു. ഇടയ്ക്കൊരു ദിവസം എനിക്കൊരു അധ്യാപിക വാട്സപ്പിലൊരു മെസ്സേജ്, ഒരു സന്ദേശം അയക്കുകയുണ്ടായി. അത് കണ്ടപ്പോൾ വല്ലാത്ത ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അത് കിട്ടിക്കാണും. രാവിലെ സ്കൂളിലേക്ക് വരുന്ന കുട്ടിയുടെ കയ്യിൽ ലഹരി പദാർത്ഥം കൈമാറുകയും, അതൊരു പെൺകുട്ടിയുടെ കയ്യിലാണ് കൈമാറുകയും, അതിൻ്റെ അന്വേഷണം ആ ക്ലാസ്സിൽ അന്വേഷിച്ച് പോകുമ്പോൾ അത് ആ സ്കൂളിനും ക്ലാസ്സിനും നമ്മുടെ സമൂഹത്തിനുമെല്ലാം നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വലിയ നമ്പർ വിദ്യാർത്ഥികൾ അതിന് പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ച കാര്യം വളരെ ചുരുക്കിയാണെങ്കിൽ പോലും ചില ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതീവ ഗൗരവവും ഒരുപക്ഷെ നമ്മൾ കേട്ടാൽ അതിശയോക്തി ഉണ്ടാവുകയും അത് ശരിയാണോ എന്ന് സംശയം ഉണ്ടാവുകയും ചെയ്യുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ലഹരി മാഫിയയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആൾക്കാരുടെ ജീവനും ജീവിതവും കുടുംബങ്ങളും നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. പ്രായപൂർത്തിയായ കുട്ടികളും പെൺകുട്ടികളും പ്രായപൂർത്തി ആയവരും നല്ല പ്രായം ചെന്നവരും ഒക്കെ തന്നെ ഇതിൻ്റെ അടിമകളായി മാറുകയാണ്. മുമ്പ് ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഗൂണ്ടാ ഗ്യാങ്ങുകളുണ്ടായിരുന്നു. അവർ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും നിയമത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി അങ്ങനെയുള്ളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. പോലീസിന്റെ ഒക്കെ തന്നെ കർശനമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ അത് അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി.
ഇന്ന് ഏറ്റവും ലാഭകരമായി കാണുന്നത് ഈ ലഹരി ഉപയോഗമാണ്, ലഹരിയുടെ വിൽപ്പനയാണ്. കോടാനുകോടി രൂപയാണ് രാജ്യത്താകെ ഇതിൻ്റെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഇരിക്കുന്നവരെല്ലാം നമുക്ക് മക്കളോ അല്ലെങ്കിൽ കൊച്ചുമക്കളോ ഒക്കെ ഉള്ളവരാണ്. നമ്മൾ അവരെല്ലാം പഠിപ്പിക്കുന്നതും നാമെല്ലാം ജീവിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയാണ് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. പക്ഷെ സ്കൂളിൽ നിന്ന് അവർ വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലല്ല, കോളേജിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലല്ല, വീട്ടിൽ നിന്ന് വിട്ട് പണിശാലയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ കയ്യിലല്ല. തിരിച്ച് വീട്ടിലെത്തുന്നവരെ വരെ നടക്കുന്ന സംഭവവാസങ്ങൾ നമുക്ക് അറിയാൻ ഒരു മാർഗവുമില്ല. അപ്പൊ അരുതാത്ത കാര്യങ്ങൾ ചെയ്താൽ അവരാരും വന്ന് വീട്ടിൽ പറയാറില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സർവേയിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കൂടെ പറഞ്ഞ് നമ്മൾ ആകെ സമൂഹത്തെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്ന, സമൂഹം ചർച്ച ചെയ്യണം, സമൂഹം കൂടി ഇടപെടണം എന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്.